ഗൈസ്, ഖത്തറിലെ എൻ്റെ സാമ്രാജ്യം, അതായത് എൻ്റെ ഹോം ടൂർ വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഞാൻ ഇപ്പോൾ അപ്പാർട്ട്മെൻറ്റിൻ്റെ പുറത്തുണ്ട്. അപ്പോൾ തൽക്കാലം അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ട് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല വെയിലുണ്ടേ. ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് ഫ്രണ്ട് ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു 4 നില കെട്ടിടമാണ്. പിന്നെ താഴെ ബേസ്മെൻറ്റ് വരുന്നുണ്ട്. ആ ബേസ്മെൻറ്റിൽ കാറൊക്കെ പാർക്ക് ചെയ്യാം. പിന്നെ നമ്മളിങ്ങനെ നേരെ കയറി വരുമ്പോൾ സ്റ്റെപ്പ് ഉണ്ട്, സ്ലോപ്പ് അല്ലാണ്ട് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു പിടിയൊക്കെ ഉണ്ടെന്ന് ഇവിടുത്തെ പിള്ളേരൊക്കെ അടിച്ച് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കയറി നേരെ വരുമ്പോഴത്തേക്കും ഒരു ഗ്ലാസ് ഡോറ്. പിന്നെ ഇവിടെ 1-2 ഫ്ലാറ്റൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ആ നേരെ കാണുന്നില്ല, അവിടെ ഒരു കാറൊക്കെ കാണുന്നുണ്ടല്ലോ. അവിടെ ഇതിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറാണ്. അവിടെയും നമുക്ക് കാറൊക്കെ പാർക്ക് ചെയ്യാവേ. ഒരുപാട് കാറൊക്കെ ഇവിടെയും പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബേസ്മെൻറ്റിലും പാർക്കിംഗ് ഉണ്ട്, ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിലും ഉണ്ട്. പിന്നെ നമുക്ക് ഇനി ലിഫ്റ്റ് കയറി 3rd ഫ്ലോറിൽ പോകണം. 3rd ഫ്ലോറിലാണ് ഞങ്ങളുടെ ഫ്ലാറ്റ് വരുന്നത്. നമ്മുടെ 3rd ഫ്ലോറാണ്. 3rd ഫ്ലോർ നമ്മുടെ തേർഡ് എപ്പോഴും എപ്പോഴും കറക്റ്റായിട്ടാണ് ഇടുന്നത്. ഇന്നെന്തോ കൈ PH. സാധാരണ നമ്മൾ കൃത്യം 3ാം ഫ്ലോറൊക്കെ 3rd ഫ്ലോറൊക്കെ പ്രസ് ചെയ്യുന്നതാണ്. ഇന്ന് എന്ത് പറ്റിയോ എന്തോ. അങ്ങനെ 1ാം നില 2ാം നില 3ാം നില എത്തണ്ടേ, ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ കാണിച്ചു തരാം വീട്. ആരും വെപ്രാളപ്പെടല്ലേ. അപ്പോൾ നമ്മുടെ ഈ ലിഫ്റ്റ് ഓപ്പൺ ചെയ്ത് നേരെയല്ല ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ഫ്ലാറ്റ് വരുന്നത്. തൊട്ടിപ്പുറത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് വേറെ 2 ഫ്ലാറ്റ് ഉണ്ട്. പിന്നെ റൈറ്റ് സൈഡ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഷൂ ക്യാബിനറ്റ് വെച്ചിട്ടുണ്ട്. അങ്ങനെ ലിഫ്റ്റ് കയറി വരുമ്പോഴത്തേക്കും ഇതാണ് എൻ്റെ ഫ്ലാറ്റ് നമ്പർ 20 ആണ്. ഇനി നമുക്ക് അകത്തോട്ട് കയറി നോക്കാം. ഓപ്പോസിറ്റ് വീട്ടിൽ ഇതുപോലെ ഡോറിൻ്റെ ഫ്രണ്ടിൽ ഹോം എന്ന് പറയുന്ന വെൽക്കം ഒരു ഹാങ്ങിങ് ഒക്കെ കണ്ട് ത്വരയായിട്ട് ഞാൻ അൻസാർ ഗാലറിയിൽ നിന്ന് മേടിച്ചൊരു ഹോമിൻ്റെ ഒരു ഹാങ്ങിങ് ആണ് നമ്മുടെ ഡോറിൽ ഫ്രണ്ടിൽ ഇട്ടേക്കുന്നത്. പിന്നെ ഈ ഡോർ ഇത്ര ഓപ്പൺ ആവുള്ളൂ, ഇതിന് മുന്നേ നമ്മൾ ശരിയാക്കിയതാണ്. വീണ്ടും അങ്ങനെ തന്നെയാണ്, ചുമ്മാ ശരിയാക്കാൻ വയ്യ, അത് അത്ര ഓപ്പൺ ആയാൽ മതി. ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇടയിൽ കൂടെയൊക്കെ പോയാൻ വരെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ കയറി വന്ന് നേരെ റൈറ്റ് സൈഡിലായിട്ടാണ് കിച്ചൺ വരുന്നത്. എൻ്റെ മെയിൻ സാമ്രാജ്യം ഇതാണ് കേട്ടോ, കിച്ചൺ ഏരിയയാണ്. അപ്പോൾ ഇവിടെ എല്ലാം ഫർണിഷ്ഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു സ്റ്റവ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എല്ലാം നമുക്ക് ഫർണിഷ്ഡ് ആയതുകൊണ്ട് ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല. വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്. പിന്നെ ഇവിടെ കുറേ ബക്കറ്റിലേക്ക് കുറേ അരിയും സാധനങ്ങളൊക്കെയാണ് ഞാൻ കടല, പരിപ്പ് ഇതൊക്കെയാണ് ഫുള്ള് നിറച്ച് വെച്ചേക്കുന്നത്. പിന്നെ അവിടെ ഒരു ഡസ്റ്റ്ബിൻ ഉണ്ടായിരുന്നു, കണ്ടു കാണുമല്ലോ അല്ലേ, വേസ്റ്റ് ഇടുന്നത് സ്വാഭാവികം. അങ്ങനെ നമ്മൾ നേരെ കയറി വരുമ്പോഴത്തേക്കും ഇതാണ് നമ്മുടെ വിശാലമായ ഹോള്. അപ്പോൾ ഈ ഹോളിൻ്റെ ഡോറിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ഞങ്ങൾ വാട്ടർ ക്യാൻ വെക്കാറുണ്ട്. അപ്പോൾ ഇവിടെ വീക്ക്ലി ട്യൂസ്ഡേ ആകുമ്പോൾ എപ്പോഴും വാട്ടർ ക്യാൻ വരാറുണ്ട്. സഫയുടെ വാട്ടർ ക്യാനാണ്. പിന്നെ ഇവിടെ നേരെ TV ഉണ്ട്. പിന്നെ അവിടെ ഒരു ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് എൻ്റെ വേറൊരു കുട്ടി സാമ്രാജ്യം എന്ന് പറയാം. ഞാൻ ഇരിക്കുന്നത് എപ്പോഴും ഈ ഒരു ഏരിയയിലാണ്. ഈ ഒരു സോഫയൊക്കെയാണ് എൻ്റെ ഫേവററ്റ്. പിന്നെ ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് 2 വിൻഡോ വരുന്നുണ്ട്. 2 വിൻഡോയിലും സെയിം വ്യൂ തന്നെയാണ്. 2 അടുത്തടുത്തിരിക്കുന്ന വിൻഡോ ആണല്ലോ, അപ്പോൾ പിന്നെ സെയിം വ്യൂ ആയിരിക്കുമല്ലോ. പിന്നെ നമുക്ക് ഈ സോഫ ഇട്ടിരിക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് എമ്രുവിൻ്റെ ഹൈ ചെയർ എപ്പോഴും ഇടാറുണ്ട്. അവിടെയാണ് നമ്മുടെ എമ്രുക്കുട്ടി ഇരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇവനെ പിടിച്ചിരുത്തിയിരിക്കുകയാണ്, ഇല്ലെങ്കിൽ ഹോം ടൂർ എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ വരുമ്പോഴത്തേക്കും ഇതാണ് ഒരു കോമൺ ബാത്റൂം എന്ന് പറയുന്നത്. നമുക്ക് ഹോളിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഈ ഒരു ബാത്റൂം വരെ. അപ്പോൾ ഇവിടെ അധികം നമ്മൾ യൂസ് ചെയ്യാറില്ല, കാരണം ചെറുതായിട്ടൊന്ന് വെള്ളം കെട്ടിക്കിടക്കാറുണ്ട്, അതുകൊണ്ട് യൂസ് ചെയ്യാറില്ല. പിന്നെ ഇവിടെയും ഒരു കുട്ടി വിൻഡോ വരുന്നുണ്ട്. പിന്നെ എക്സോസ്റ്റ് ഫാന്, എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. ഞാൻ 2 ബാഗൊക്കെ തൂക്കിയിട്ടുണ്ട്. അത് എൻ്റെ മേക്കപ്പ് ഒക്കെ വെക്കുന്ന ഒരു ബാഗാണ്, കഴുകിയിട്ടതാണ്, 2 ദിവസമായി എടുക്കണം. അത് കഴിഞ്ഞ് ഇതൊരു റൂമാണ്. ഇവിടെ എല്ലാം നമ്മൾ കിടക്കുന്നത്. ഇതിന് മുന്നേ ഇവിടെ കയറാൻ പോലും പറ്റില്ലായിരുന്നു. ഞാനിപ്പോൾ ക്ലീനാക്കി വൃത്തിയാക്കി ഇട്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ടേബിൾ, അതായത് ടീപ്പോ ഇട്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല, ഇത് ഹോളിൽ ഇട്ടിരുന്ന ടീപ്പോ ആണ്. ഇവനെ പേടിച്ചകത്തോട്ട് ഇട്ടതാണ്. അങ്ങനെ ഈ റൂമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 വിൻഡോ ഉണ്ട്. 2 വിൻഡോയിൽ നിന്ന് നോക്കുമ്പോൾ 2 തരത്തിലുള്ള വ്യൂ നമുക്ക് കാണാം. പിന്നെ അപ്പുറത്തെ അപ്പാർട്ട്മെൻറ്റും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു കോട്ടുണ്ട്, അതിൽ കുറേ ഒരു ബെഡുണ്ട്. പിന്നെ സോറി കേട്ടോ, ഞാൻ ഈ ബക്കറ്റ് എടുത്ത് മാറ്റി വയ്ക്കാൻ മറന്നുപോയി, ക്ഷമിക്കണം. അപ്പോൾ ഇവിടെ പിന്നെ എനിക്ക് മേക്കപ്പ് ഒക്കെ ഇട്ട് ഒരുങ്ങാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിലായിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ തുണിയിടുന്ന സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, അഴുക്ക് തുണിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ വ്യൂ ഞാൻ കാണിച്ചു തരാം. നമ്മൾ നേരത്തെ ഹോളിൽ നിന്ന് കണ്ടില്ലേ, അതേ വ്യൂ തന്നെയാണ്, ചെറിയ വ്യത്യാസം വരുന്നേ ഉള്ളൂ. കുറച്ചും കൂടെ ഇങ്ങോട്ട് നീങ്ങിയിരിക്കുന്നു റൈറ്റ് സൈഡിലോട്ട്, അത്രയേ ഉള്ളൂ വ്യത്യാസം. പിന്നെ ഇവിടെയാണ് തുണിയൊക്കെ ഞങ്ങൾ ഉണക്കാനൊക്കെ ഇടുന്നത് കേട്ടോ, അതൊക്കെ ഇവിടെയാണ്. ഇതാണ് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം, ഇവിടെയാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ എല്ലായിടത്തും കബോർഡും ഈ കട്ടിൽ ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതാണ്, ഫർണിഷ്ഡ് എല്ലാ സംഭവം ഉണ്ടായിരുന്നു. നമ്മളതുകൊണ്ട് അങ്ങനെ അധികം ഒന്നും കൊണ്ടുവന്നില്ല. ഇത് നമ്മുടെ കബോർഡാണ്. ഇവിടെയാണ് എമ്രുവിൻ്റെ തുണികളൊക്കെ ഞാൻ വെച്ചിരിക്കുന്നത്. എല്ലാം കൊളായിരിക്കണം, ഞാൻ അടച്ചു വെച്ചത്, കാണണ്ടെന്നും പറഞ്ഞു. പിന്നെ ഇവിടെ മേക്കപ്പ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ തുണി ഇടുന്നത് ഉണ്ട്. പിന്നെ താഴെയാണ് നമ്മൾ കിടക്കാറുള്ളത്, കാരണം ഇവൻ ഭയങ്കരമായിട്ട് ഉരുണ്ട് പോകാറുണ്ട്. അതുകൊണ്ട് വെറുതെ കട്ടിൽ കിടന്ന് താഴെ വീഴണ്ടെന്ന് പറഞ്ഞപ്പോൾ താഴെയാണ് വേറൊരു ബെഡ് ഇട്ട് കിടക്കുന്നത്. നമ്മുടെ പഴയ ബെഡ് നമ്മൾ കൊണ്ടുവന്നതാണ്. പിന്നെ ഇവിടെ ഒരു
റൂമിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമാണ് വരുന്നത്. ഇവിടെ ചെയർ ഇട്ടിരിക്കുന്ന വേറെ ഒന്നുമല്ല, ഈ മെമ്മറൂന് ഞാൻ ഇരുന്നാണ് കുളിപ്പിക്കാറുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ കുളിക്കുകയും നനയ്ക്കുകയും എല്ലാം ചെയ്യുന്നത്. സോ ഗൈസ്, ഇതാണ് എൻ്റെ ഖത്തറിലെ സാമ്രാജ്യം എന്ന് പറയാൻ. ഇവിടെ നമ്മൾ വന്നിട്ട് 2 മാസം കൂടെ കഴിയുമ്പോഴത്തേക്കും 1 year ആകും കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് എംറോ ആണേ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു വീട് എടുത്തേക്കുന്നത് ദഹാസ് ട്രേഡിംഗ് എന്ന് പറയുന്ന അവരുടെ കീഴിലാണ് നമ്മളിപ്പോൾ ഈ ഒരു വീട് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ റെൻ്റ് അത്യാവശ്യം ഹൈ ആണ്, കാരണം ഇവിടെ 2 റൂമുണ്ട്. നമ്മൾ പാരൻസിനൊക്കെ വരാൻ വേണ്ടിയിട്ട്, എൻ്റെ പാരൻസും റീക്കയുടെ പാരൻസൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കും കൂടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് കണക്കാക്കിയാണ് ഒരു വലിയൊരു വീട് എടുത്തത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അവരില്ല, ഇനിയും ചിലപ്പോൾ അവർ വന്ന് പോവും, അങ്ങനെയൊക്കെ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ എടുത്തത്. അപ്പോൾ 2 റൂം 2 ബെഡ്റൂം 2 ബാത്റൂം ഉണ്ട് കേട്ടോ. ഒരെണ്ണം ബാത്ത് അറ്റാച്ച്ഡും കണ്ടല്ലോ, വേറെ ഒരെണ്ണം അല്ലാണ്ട് കോമൺ ആയിട്ടുള്ളതാണ്. പിന്നെ ഒരു കിച്ചണും വലിയ ഹോളാണ് ഉള്ളത്. അപ്പോൾ വലിയ ഹോളായതുകൊണ്ട് തന്നെ എംറൂന് കളിക്കാനൊക്കെ പറ്റുമല്ലോ. എംറൂന് നല്ല രീതിയിൽ കളിക്കാൻ പറ്റിയ ഒരു ഹോളാണ്. പിന്നെ എനിക്കും കിച്ചണിൻ്റെ അവിടെ നിന്ന് ജോലിയൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റുമല്ലോ എംറൂന. അപ്പോൾ പിന്നെ അൽക്കോറിൽ നമ്മളിപ്പോൾ വന്നിട്ട് സത്യം പറഞ്ഞാൽ എത്ര മാസമാവും? 2 മാസം എന്ന് പറയുമ്പോൾ 10 മാസമാവും. അപ്പോൾ ഇങ്ങോട്ട് മൂവായിട്ട് 10 മാസമേ ആവുള്ളൂ. അതുവരെ നമ്മൾ ദോഹയിലായിരുന്നു, UAE അൽ ഹിലാലിലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഇത്ര റെൻറ്റില്ല. അവിടെ നമ്മൾ സാധാരണ ലാസ്റ്റ് താമസിച്ചത് 2 റൂം ഇതുപോലെ. കാരണം എൻ്റെ ഡെലിവറി ടൈമിലാണ് ആ വീട് മാറിയത്. കാരണം ഉമ്മ വാപ്പയൊക്കെ വന്നതുകൊണ്ട്, എൻ്റെയും റീക്കാടെ. സോ അതും 2 റൂം, ഒരു വലിയ ഹോളൊക്കെ ആയിരുന്നു. അതിന് മുന്നേ ഒരു ചെറിയൊരു സ്റ്റുഡിയോ പോലത്തെ ഒരു റൂമിലാണ് താമസിച്ചിരുന്നത്. ഞാൻ പോയി എംറൂനെ ഒന്ന് ഇറക്കി വിടട്ടെ, ഭയങ്കര ബഹളം, നല്ല ചൂട് കേട്ടോ. എന്തോ പറ്റി? അപ്പോൾ ഹോം ടൂർ വീഡിയോ ചോദിച്ചവർക്കായിട്ട് ഹോം ടൂർ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ കുറേ നാളായിട്ടോ, ഒരാഴ്ചയിൽ കൂടുതലായി ഞാൻ വീടൊക്കെ ഇങ്ങനെ ഹോം ടൂർ എടുക്കാൻ വേണ്ടിയിട്ട് ക്ലീൻ ആക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഒരു സൈഡിൽ നിന്ന് ക്ലീൻ ആക്കും, വീണ്ടും വേറെ സൈഡിൽ നിന്ന് ഫുള്ളും കുളമായിക്കൊണ്ടേയിരിക്കും. കാരണം ഞാൻ ഒറ്റയ്ക്കല്ലേ ചെയ്യുന്നത് കാരണം എനിക്കെല്ലാം കൂടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കുറച്ച് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഭാഗം ക്ലിയർ ആകുമ്പം 2 ദിവസം കഴിയുമ്പോൾ അടുത്ത ഭാഗം പിന്നെ പഴയ പോലെയാണ്. അതുകൊണ്ട് എന്നിട്ടും ഞാൻ പിന്നെ വിചാരിച്ച് ഇനിയിപ്പോൾ ഇങ്ങനെ മതി, തൽക്കാലം ഈ ഉള്ളതൊക്കെ പോലെ റോ ആയിട്ട് തന്നെ എടുക്കാമെന്ന്. അങ്ങനെയാണ് ഇപ്പോൾ റോ ആയിട്ടുള്ള ഒരു ഹോം ടൂർ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്കും കൂടെ ചെയ്തേക്ക്. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാവേ. ടാറ്റ. എംറു ടാറ്റ പറ. ടാറ്റ. ഓക്കെ, ബൈ.